നമസ്കാരം, ഞാൻ ഡഹലാകൃഷ്ണ. കോഴിക്കോട് കുറ്റ്യാടിയിലെ രാസലഹരി ലൈംഗിക പീഡന കേസ്. പ്രധാന പ്രതിയുടെ ഭാര്യ അറസ്റ്റിൽ. കുറ്റ്യാടിയിലെ രാസലഹരി ലൈംഗിക പീഡനം കേസിൽ പ്രധാന പ്രതിയുടെ ഭാര്യ അറസ്റ്റിൽ. കള്ളാട് കുനിയിൽ അജ്നാസിന്റെ ഭാര്യ മിസ്രിയ ആണ് അറസ്റ്റിലായത്. രാസലഹരി നൽകി പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ ഉൾപ്പെടെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന പേരിൽ 2 പേർ നൽകിയ കേസിൽ പ്രധാന പ്രതിയായ അജ്നാസ് അജ്മീറിലേക്ക് മുങ്ങിയിരിക്കുന്നു. തിരിച്ചുവരവെ മംഗലാപുരത്ത് വെച്ച് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയോടെ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. പോക്സോ കേസാണ് അജ്നാസിനെതിരെ എടുത്തിരുന്നത്. കുറ്റ്യാടിയിൽ ബെക്കാം എന്ന പേരിൽ ബാർബർ ഷോപ്പ് നടത്തിവന്ന പ്രതി കേസിനുശേഷം അജ്മീറിൽ ഉൾപ്പെടെ ഒളിച്ചു കഴിയുകയായിരുന്നു. കേസിനുശേഷം കഴിഞ്ഞ 24-നാണ് പ്രതി കേരളത്തിൽ നിന്ന് മുങ്ങിയത്. പാലക്കാട്ട് നിന്നുള്ള ഒരു സ്ത്രീയുടെ സഹായത്തോടെ അജ്മീറിൽ കഴിയവേ പോലീസ് പിന്തുടർന്നു. ലൊക്കേഷൻ പരിശോധിച്ച് അജ്മീറിൽ പോലീസ് എത്തിയപ്പോൾ പ്രതി അവിടെ നിന്നും മുങ്ങിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലേക്കും പോലീസ് വിവരം നൽകി. ഇന്നലെ രാത്രി മംഗലാപുരത്തിറങ്ങിയ പ്രതിയെ പോലീസ് പിടികൂടിയായിരുന്നു. കുറ്റ്യാടി സ്വദേശിയായ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. വീട്ടുകാർ ഉറങ്ങിയ ശേഷം തന്നെ ഫോണിൽ വിളിച്ച് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ ആവശ്യപ്പെടും. ശേഷം കാറുമായി അജ്നാസിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചാണ് ലഹരി ഉപയോഗിക്കാൻ നിർബന്ധിക്കുന്നത്. ലഹരി നൽകിയ ശേഷമാണ് ലൈംഗികമായി പീഡിപ്പിക്കുന്നതെന്നും കുട്ടി പറഞ്ഞു. ലഹരി നൽകിയതിനു ശേഷം നിരവധി തവണ ഇയാൾ പീഡനത്തിനിരയാക്കിയെന്നും തന്റെ സുഹൃത്തുക്കൾ ഇരയാക്കപ്പെട്ടുവെന്നും കുട്ടി പരാതിയിൽ പറഞ്ഞിരുന്നു. പ്രായപൂർത്തിയാവുന്നതിന് മുൻപുള്ള കുറ്റകൃത്യം കണക്കിലെടുത്ത് പോക്സോ വകുപ്പാണ് ഈ കേസിൽ ചുമത്തിയിരുന്നത്. ആദ്യ പരാതിക്ക് ശേഷം മറ്റൊരാൾ കൂടി ചേക്കുവിനെതിരെ പരാതി നൽകിയിരുന്നു. ആ പരാതിയിലും പോക്സോ വകുപ്പാണ് ചുമത്തിയത്. ആദ്യ പരാതിക്കാരനെ പ്രതിക്ക് പരിചയപ്പെടുത്തി എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയുടെ പരാതിയിലാണ് രണ്ടാമത്തെ കേസ്. കുറ്റ്യാടിയിൽ ഏറെ ചർച്ചയായ കേസിലെ നിർണായക നീക്കമാണ് ചേക്കുവിന്റെ അറസ്റ്റോടെ സംഭവിച്ചത്. MDMA കേസുകളിൽ ഈയിടെ അറസ്റ്റ് വ്യാപകമാണെങ്കിലും ലൈംഗിക വ്യാപാരം, കുട്ടികളെ ഉപയോഗപ്പെടുത്തൽ, ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത ശേഷം വെളിപ്പെടുത്തുമെന്ന ഭീഷണിപ്പെടുത്തൽ, കളവുൾപ്പെടെ പല കുറ്റകൃത്യങ്ങൾ ഒരുപോലെ ചേർന്നു വന്ന കേസാണ് ഇപ്പോഴത്തേത്. ആ നിലയിൽ ഈ കേസ് ഏറെ സാമൂഹിക ശ്രദ്ധ നേടിയിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് കൂടുതൽ അറസ്റ്റുകളിലേക്ക് നീങ്ങുമെന്നാണ് സൂചന. കുറ്റ്യാടിയിലെ MDMA വിതരണത്തിന്റെ പ്രധാന കണ്ണികൾ ഇപ്പോഴും കാണാമറയത്താണ്. അവരെ കൂടി പുറത്തെത്തിക്കണം എന്നാണ് നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും ആവശ്യം.